MG ZS EV, മഹീന്ദ്ര XUV 400 എന്നീ മോഡലുകൾക്ക് ശേഷം ഇന്ത്യയിലെ കോമ്പാക്ട് ഇലക്ട്രിക് SUV സെഗ്മെന്റിലേക്ക് ടാറ്റ മോട്ടോഴ്സ് അവതരിപ്പിച്ച മോഡലായിരുന്നു കർവ് EV. ടാറ്റ കർവ് EVയുമായി കോമ്പറ്റ് ചെയ്യുന്ന മറ്റു മോഡലുകളാണ് വരാൻ പോകുന്ന മഹീന്ദ്ര BE60യും മാരുതി സുസുക്കി വിറ്റാരയും. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഹ്യുണ്ടൈ ഏറ്റവും ലേറ്റസ്റ്റായി അവതരിപ്പിച്ചിരിക്കുന്ന ക്രെറ്റ EVയും ടാറ്റ കർവ് EVയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ഹ്യുണ്ടൈയുടെ ഇന്ത്യയിലെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡലാണ് ക്രെറ്റയുടെ ഐസ് വെർഷൻ. SUV ക്യാരക്ടർ നൽകുന്ന ഫ്രണ്ട് ഡിസൈനാണ് ഹ്യുണ്ടൈ ക്രെറ്റയ്ക്ക് നൽകിയിട്ടുള്ളത്. കണക്റ്റിംഗ് LED DRL, LED ഹെഡ്ലൈറ്റ്, ഫ്രണ്ട് മൗണ്ടഡ് ചാർജിംഗ് പോർട്ട് എന്നിവയും ക്രെറ്റ EVയിൽ ഹ്യുണ്ടൈ നൽകിയിട്ടുണ്ട്. കർവിന് ടാറ്റ നൽകിയിട്ടുള്ളത് സ്ലോപ്പിംഗ് കൂപ്പേ റൂഫ് ലൈൻ ഡിസൈനാണ്. ക്രെറ്റയിലെ പോലെ തന്നെ കണക്റ്റിംഗ് LED DRL, LED ഹെഡ്ലൈറ്റ്, ഫ്രണ്ട് മൗണ്ടഡ് ചാർജിംഗ് പോർട്ട് എന്നിവയും ടാറ്റ കർവ് EVക്ക് നൽകിയിരിക്കുന്നു. ഫ്രണ്ട് ഡിസൈനിൽ ക്രെറ്റയിൽ മിസ്സിംഗ് ആയി തോന്നിയത് ഫോഗ് ലൈറ്റുകളാണ്. എന്നാൽ കർവ് EVയിൽ കോർണറിംഗ് ഫംഗ്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന LED ഫോഗ് ലൈറ്റുകളാണ് ടാറ്റ നൽകിയിട്ടുള്ളത്. കർവ് EVയിലും ക്രെറ്റ EVയിലും എയറോഡൈനാമിക് എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യുന്ന അലോയ് വീൽ ഡിസൈനാണ് കമ്പനി നൽകിയിട്ടുള്ളത്. ക്രെറ്റ EVക്ക് ഹ്യുണ്ടൈ നൽകിയിട്ടുള്ളത് 17 ഇഞ്ചിന്റെ അലോയ് വീലുകളും കർവ് EVക്ക് ടാറ്റ നൽകിയിട്ടുള്ളത് 18 ഇഞ്ചിന്റെ അലോയ് വീലുകളുമാണ്. ഈ രണ്ട് മോഡലുകളും സൈഡ് ഡിസൈനിൽ കമ്പയർ ചെയ്യുമ്പോൾ പ്രധാന മാറ്റമായി പറയാൻ കഴിയുന്നത് കർവ് EVയിൽ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ് ടാറ്റ നൽകിയിട്ടുള്ളത്. SUV ക്യാരക്ടർ നൽകുന്നതിനായി ബ്ലാക്ക് ക്ലാഡിംഗ് ഈ രണ്ട് വാഹനത്തിന്റെ ചുറ്റുമായി കമ്പനി നൽകിയിട്ടുണ്ട്. ബോഡി കളേർഡ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽസും ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന സൈഡ് വ്യൂ മിറേഴ്സിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സും 360 ഡിഗ്രി ക്യാമറയും ക്രെറ്റ EVയിൽ ഹ്യുണ്ടൈ നൽകിയിരിക്കുന്നു. ഫ്രണ്ട് ഡിസൈനിലെ പോലെ തന്നെ രണ്ട് മോഡലിലും കണക്റ്റിംഗ് LED ടെയിൽ ലാമ്പ് ഡിസൈൻ തന്നെയാണ് റിയറിലായി നൽകിയിട്ടുള്ളത്. കർവ് EVയുമായി കമ്പയർ ചെയ്യുമ്പോൾ ക്രെറ്റ EVയിലുള്ള ഒരു യുണീക്ക് ഫീച്ചറാണ് ആക്റ്റീവ് എയർ ഫ്ലാപ്സ് ടെക്നോളജി. ഇതുമൂലം വെഹിക്കിൾ കമ്പോണൻസ് കൂൾ ആവുകയും എയറോഡൈനാമിക് പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുകയും ചെയ്യുന്നു. V12 ഫംഗ്ഷൻ അഥവാ വെഹിക്കിൾ ടു ലോഡ് ഫീച്ചർ ഈ രണ്ട് മോഡലുകളിലും കമ്പനി നൽകിയിട്ടുണ്ട്. പനോരമിക് സൺറൂഫ്, റൂഫ് റെയിൽ, ഷാർഫിൻ ആന്റിന എന്നിവയും ക്രെറ്റ EVയിലും കാണാം. ഹ്യുണ്ടൈ ലോഗോയും ക്രെറ്റ ഇലക്ട്രിക് എന്നീ ബാഡ്ജിങ്ങുകളും ക്രെറ്റ EVയുടെ റിയർ ഡിസൈനിൽ നൽകിയിരിക്കുന്നു. ഡീഫോഗർ, റിയർ വൈപ്പർ, ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ, ബ്ലാക്ക് ക്ലാഡിംഗ് എന്നിവയും റിയർ ഡിസൈനെ മനോഹരമാക്കുന്നു. കർവ് EVയിൽ 12.3 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റവും 12.3 ഇഞ്ചിന്റെ തന്നെ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററുമാണ് ടാറ്റ നൽകിയിട്ടുള്ളത്. ക്രെറ്റ EVയിലേക്ക് വരികയാണെങ്കിൽ 10.2 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റവും 10.2 ഇഞ്ചിന്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ക്രെറ്റ EVക്ക് ഹ്യുണ്ടൈ നൽകിയിരിക്കുന്നു. കർവ് EVക്ക് 0 to 100 വേഗത കൈവരിക്കാൻ വേണ്ടത് 8.6 സെക്കൻഡുകളാണെങ്കിൽ ക്രെറ്റ EVക്ക് 0 to 100 വേഗത കൈവരിക്കാൻ വേണ്ടത് 7.9 സെക്കൻഡുകൾ മാത്രമാണ്. 45, 55 എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷൻസ് ആണ് കർവ് EVക്ക് ടാറ്റ നൽകിയിട്ടുള്ളത്. 42, 51.4 എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷൻസും ക്രെറ്റ EVക്ക് ഹ്യുണ്ടൈ നൽകിയിരിക്കുന്നു. കർവ് EVക്ക് ARI സർട്ടിഫൈ ചെയ്തിരിക്കുന്ന റേഞ്ച് 585 കിലോമീറ്ററും ക്രെറ്റ EVക്ക് കമ്പനി അവകാശപ്പെടുന്ന റേഞ്ച് 473 കിലോമീറ്ററുമാണ്. ടാറ്റ കർവ് EVയുടെ എക്സ്ഷോറൂം വില 17.5 ലക്ഷം മുതൽ 22 ലക്ഷം രൂപ വരെയാണ്. ക്രെറ്റ EVയുടെ വില കമ്പനി ഇതുവരെ ഒഫീഷ്യലി റിവീൽ ചെയ്തിട്ടില്ല. 6 എയർ ബാഗ്, ലെവൽ 2 ADAS, റിയർ പാർക്കിംഗ് ക്യാമറ, റിയർ പാർക്കിംഗ് സെൻസർ, ABS വിത്ത് EBD, ബ്രേക്ക് അസിസ്റ്റ് ആൻഡ് ബ്രേക്ക് ഓവർറൈഡ് സിസ്റ്റം, സ്റ്റെബിലിറ്റി അസിസ്റ്റ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ആൻഡ് ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ, വെഹിക്കിൾ ഇമ്മൊബിലൈസർ ആൻഡ് ബാറ്ററി സെൻസർ എന്നിവയും സേഫ്റ്റിയുടെ ഭാഗമായി ഈ രണ്ട് മോഡലിനും കമ്പനികൾ നൽകിയിട്ടുണ്ട്. സിംഗിൾ ഇലക്ട്രിക് മോട്ടോർ വരുന്ന ക്രെറ്റ EVയിൽ 42, 51.4 എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷൻസ് ആണ് കമ്പനി നൽകിയിട്ടുള്ളത്. വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 20 മുതൽ 26 ലക്ഷം രൂപ വരെയായിരിക്കും ക്രെറ്റ EVയുടെ എക്സ്ഷോറൂം വില. എക്സിക്യൂട്ടീവ്, സ്മാർട്ട്, പ്രീമിയം, എക്സലൻസ് എന്നിങ്ങനെ 4 വേരിയന്റുകളും 13 കളർ ഓപ്ഷൻസുമാണ് ക്രെറ്റ EVയിൽ ഹ്യുണ്ടൈ നൽകിയിരിക്കുന്നത്. ക്രെറ്റ EVയുടെ ബാറ്ററിക്ക് 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്ററാണ് ഹ്യുണ്ടൈ നൽകുന്ന വാറണ്ടി. കർവ് EVയുടെ ബാറ്ററിക്ക് 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്ററാണ് ടാറ്റ നൽകുന്ന വാറണ്ടി. ക്രിയേറ്റീവ്, അക്കംപ്ലിഷ്ഡ് പ്ലസ് S, എംപവേർഡ് പ്ലസ് A എന്നിങ്ങനെ 5 വേരിയന്റുകളാണ് കർവ് EVക്ക് ടാറ്റ നൽകിയിട്ടുള്ളത്.